ഹരിപ്പാട് മാവേലിക്കര റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഡ്രൈവർക്ക് നേരെ ആക്രമണം. മൂക്കിന് പരിക്കേറ്റ ബേബി ചാക്കോയെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദമ്പതികളാണ് ബേബി ചാക്കോയെ ഹെൽമറ്റ് കൊണ്ടടിച്ചത്. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കലാശിച്ച സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? സോന, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഹരിപ്പാട് മാവേലിക്കര റൂട്ടിലോടുന്ന സ്വകാര്യ ബസിന്റെ ഡ്രൈവർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം ഉണ്ടായത്. കടുക്കോയിക്കൽ ബസ്സിലെ ഡ്രൈവറായുള്ള ബേബി ചാക്കോയെയാണ് യുവാവും യുവതിയും ചേർന്ന് മർദ്ദിച്ചത്. ബൈക്കിൽ എത്തിയ യാത്രക്കാരായിരുന്ന ഇവർ ഭർത്താവും ഭാര്യയുമാണ്. അതിനിടയിൽ ഈ ബസ്സുമായി ഉണ്ടായ ഒരു തർക്കം, ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്നതിന്, റോങ് സൈഡിലൂടെ കയറിപ്പോകുന്നതിനിടയിൽ ഈ ബസ് ഡ്രൈവർ ഇത് ചോദ്യം ചെയ്യുകയും അതിലുണ്ടായ ഒരു സ്പർദ്ധയെ തുടർന്നാണ് ഇവർ ബൈക്ക് പിന്നീട് കുറച്ചുകൂടി മുന്നേ കൊണ്ടുപോയി മൈത്രി ജംഗ്ഷന് സമീപം ഈ ബസ്സിന് മുന്നിലായി വെട്ടിച്ചു കയറ്റി ബൈക്ക് നിർത്തി ബസ്സിനെ തടഞ്ഞ് ഡ്രൈവറെ വലിച്ചിഴച്ച് റോഡിലേക്ക് ഇറക്കി ഹെൽമറ്റ് കൊണ്ട് അടിക്കുകയായിരുന്നു. ഡ്രൈവറുടെ മൂക്കിന് സാരമായിട്ടുള്ള പരിക്കേറ്റിരിക്കുകയാണ്. മൂക്കിന്റെ പാലത്തിന് പരിക്കേറ്റ ഡ്രൈവർ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. ബസ്സിന്റെ ഉള്ളിലിരുന്ന യാത്രക്കാരടക്കം പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ ബൈക്ക് യാത്രികരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായത്. അവരുടെ ഭാഗത്താണ് തെറ്റ്, ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റുമില്ല എന്ന രീതിയിലുള്ള സംഭാഷണങ്ങളെല്ലാം ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ ഭാഗമായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. പലരും ഈ യുവാവിനെയും യുവതിയെയും മാറ്റുവാൻ, അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും പ്രകോപിതരായിക്കൊണ്ട് ഇവർ ഹെൽമറ്റുമായി ഈ 51 വയസ്സുകാരനെ മർദ്ദിക്കുകയായിരുന്നു. നടുറോട്ടിൽ വെച്ച് ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത്. ഏതായാലും കരീരക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ 2 കൂട്ടരും പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തെ തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ മറ്റൊരു വാഹനത്തിൽ കയറ്റി വിടുകയാണ് ഉണ്ടായത്. ഈ വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഉണ്ടായതെന്നും ബേബി ചാക്കോയ്ക്ക് സാരമായ പരിക്കുകൾ ഉണ്ടെന്നുമാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോന, ശരിയാണ്.